ഹായ് ഗൈസ്, ICT മെൻറ്റർഷിപ്പിൻ്റെ 2022 മോഡലിലെ മലയാളം വേർഷനാണ് നിങ്ങൾ അങ്ങോട്ടേക്കുള്ള പാട്ട് വീഡിയോസിൽ ഈ ഒരു സീരീസിൽ കാണാൻ പോകുന്നുണ്ടാകുക. അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ടും ICTയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 36 വീഡിയോസോളം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ട്. വളരെ ചെറിയ ടൈം ഫ്രെയിമേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ട് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ICTനെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു 2022 മലയാളം വേർഷനിൽ ചെയ്യാൻ പോകുന്നത് 2022 മോഡലിൽ ICT പറയുന്ന കാര്യങ്ങളും പുള്ളിയുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും ചാർട്ടും കാര്യങ്ങളും തന്നെ കാണിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ടാകുക. അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാകുക. ഓക്കെ, കുറച്ചും കൂടി ഫോക്കസ് ആയിട്ട് മറ്റുള്ള കുറേ കാര്യങ്ങൾ പുള്ളി അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കേണ്ട ആ കാര്യങ്ങൾ കട്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ട്രാറ്റജി എന്നുള്ള ആ ഒരു മെത്തേഡ് എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാകുക. കുറേ അധികം മോഡൽസ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സംസാരിക്കുന്നുണ്ടാകും. ഇതിൽ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളും ബിൽഡപ്പ് ചെയ്തെടുക്കാൻ നോക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ ഗോളും കാര്യങ്ങളും 2022 ICT മെന്റർഷിപ്പ് കാണുന്ന സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഈ ഒരു എപ്പിസോഡിന്റെ മുന്നായി 2 എപ്പിസോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പിസോഡ് 1ഉം എപ്പിസോഡ് 2ഉം അതും കൂടി കണ്ട് വരുത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രാഡേ ഓർഡർ ഫ്ലോയും അതേപോലെ തന്നെ ഡെയിലി റേഞ്ചിനെ കുറിച്ചിട്ടുമാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഒരു ടൈം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ടൈം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ന്യൂയോർക്ക് സെക്ഷനിൽ ഏതൊക്കെ സ്പെസിഫിക് ആയിട്ട് സമയത്താണ് നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത്, ഏത് ടൈം ഫ്രെയിമിൽ ഏത് ടൈമിൽ നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് അവോയ്ഡ് ചെയ്യണം, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ICT നമുക്ക് ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈമനി SMP-യുടെ കുറച്ച് കോൺട്രാക്റ്റും കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാകുക ഫ്യൂച്ചേഴ്സിലായിരിക്കും. പുള്ളി പറഞ്ഞു തരുന്നത് നമുക്ക് ഫ്യൂച്ചേഴ്സിലും അതേപോലെ തന്നെ ഫോറക്സിലും ഈ ഒരു സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്യൂച്ചേഴ്സിൽ ചെയ്യലാണെങ്കിൽ കുറച്ചും കൂടി പ്രോബിലിറ്റി കൂടുതലാണ് വിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്യൂച്ചേഴ്സിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കോൺട്രാക്ട്സ് കാണാൻ പറ്റുന്നുണ്ടാകുക. കണ്ടോ, ഇവിടെ 4 ക്വാർട്ടറായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ESH 2022 ആ ഒരു ടൈമിലാണ് പുള്ളി ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു മോഡലാണ്, അതുകൊണ്ടാണ് ആ ഒരു ടൈം കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ESH എന്ന് പറയുന്നത് H എന്ന് സൂചിപ്പിക്കുന്ന മാർച്ചിനെയും ESM എന്ന് സൂചിപ്പിക്കുന്നത് ജൂണിനെയും ESU എന്ന് സൂചിപ്പിക്കുന്നത് സെപ്റ്റംബറിനെയും Z സൂചിപ്പിക്കുന്നത് ഡിസംബറിനെയാണ്. ഓക്കെ, അങ്ങനെ 4 കോൺട്രാക്ട്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകുക ഈ ഒരു ഈമിനി SMP 500 ഒരു 100 ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് പോയിട്ട് എങ്ങനെ സെർച്ച് ചെയ്യാന്നുള്ളതും കൂടി നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് ഈമനിയുടെ തന്നെ നോക്കാം. എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്? ESH എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. വെറുതെ ESH ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഓൾഡാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യം ഇവിടെ കാണിക്കുന്നുണ്ടാവും. ട്രേഡിംഗ് വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 4ാമതായിട്ട് കാണുന്ന ഈ ഫ്യൂച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈമനി SMP ഫ്യൂച്ചേഴ്സിൻ്റെ കോൺട്രാക്റ്റ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോൺട്രാക്ട്സും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാണുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചാർട്ടിലേക്ക് വരാൻ പറ്റുന്നതാണ്. അടുത്ത വർഷത്തെ ക്വാർട്ടർലിയുടെ ഒരു കോൺട്രാക്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, മാർച്ച് 2025 കോൺട്രാക്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനിലാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ചാർട്ടിൽ നമുക്ക് മനസ്സിലായി ഏത് കോൺട്രാക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടതെന്ന് മനസ്സിലായി അല്ലേ? ESH 2022 ഉള്ള ഒരു ചാർട്ടാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു കോൺട്രാക്റ്റിലുള്ള ചാർട്ടിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അതായത് ഈമനി SMP 500-ലുള്ള ഫ്യൂച്ചേഴ്സിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് കാണിച്ചു തരുന്നത്. നമുക്ക് SMP 500-ലും 100-സിലെല്ലാം ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്യൂച്ചേഴ്സിൽ. ക്ലിയർ? അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം കാണിക്കുന്നുണ്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡെയിലി ബേസ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. ഈ ഒരു ഏരിയയിൽ വന്ന് കാണാൻ പറ്റും. D എന്ന് മറ്റും കാണാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. ഈ ഡെയിലിയിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനി ഞാൻ അടുത്തൊരു ടൈം ഫ്രെയിമിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 50 മിനിറ്റ്സിൻ്റെ നാക്കഡ് ചാർട്ടാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കാനുണ്ട്. സ്വിംഗ് ലോസും ഹൈസെല്ലും നമ്മൾ നോക്കാനുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ടൈം. ഓക്കെ, ഇവിടെ നമ്മൾ ടൈമിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ വാച്ച് ചെയ്യുന്ന ടൈം സോണില്ലേ, അതിനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്.
എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യേണ്ട ടൈം സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ UTC-5 നിങ്ങൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം സോൺ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇന്ത്യയിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 5:30 കൊൽക്കത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാകുക. ഇത് ചേഞ്ച് ചെയ്തിട്ട് UTC-5 നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു UTC- ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകുക. അപ്പോൾ ആ ഒരു ടൈം ബേസ്ഡ് ആയിരിക്കും നമ്മൾ ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകുക. ക്ലിയർ? അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടൈം പീരീഡ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെ ടൈം നമ്മൾ ട്രേഡ് ചെയ്യണം, ഏതൊക്കെ ടൈം നമ്മൾ ട്രേഡ് ചെയ്ത് കൂടാന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ കൂടുതലും ട്രേഡ് ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിലായിരിക്കും നമ്മൾ കൂടുതൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ടാകും. നേരെ മറിച്ച് നമ്മൾ കറൻസീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലണ്ടനും ഫോക്കസ് ചെയ്യാം, അതേപോലെ ന്യൂയോർക്കും ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറാണ് എടുത്തിട്ടുള്ളത്. ഫ്യൂച്ചേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടൈം എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. നമ്മൾ കൂടുതലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകുക ഈ ഒരു 8:30 to 16:30 വരെയുള്ള ഈ ഒരു ടൈമിൻ്റെ അകത്തായിരിക്കും നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകുക. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കാം, UTC-5 എന്നുള്ള ഈ ഒരു ടൈം സോണിലായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാകുക ന്യൂ ടൈം ബേസ് ആയിട്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം മനസ്സിലായും, 8:30 to 6:30 വരെ ആയിരിക്കും നമ്മൾ 16:30 വരെ ആയിരിക്കും നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകുക. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ടൈം സോണിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവില്ല. 1 hour വിൻഡോയിൽ നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയോ അവിടെ നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടോ ഫോക്കസ് ചെയ്യില്ല. ഓൾറെഡി ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർഷ്യൽസ് ബുക്ക് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളായിരിക്കും നോക്കുന്നുണ്ടാവുക. ഓക്കെ, പക്ഷെ നമുക്ക് ട്രേഡിംഗ് ടൈമിനെ കുറിച്ച് സംസാരിക്കാം, അതിനുശേഷം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഈ കാര്യങ്ങളൊക്കെ. ഈ ഒരു 8:30 സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30 ശേഷം നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്ക് 12 വരെ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു 12 to 13 ഈ ഒരു 1 hour വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ട്രേഡിംഗ് സോണാണ്. ന്യൂയോർക്ക് ലഞ്ച് ടൈമാണ്. ഈ ഒരു ഹവറിൽ നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാവില്ല. അതിനുശേഷം ഈ ഒരു 13 തൊട്ട് 16.30 ആ ഒരു 60.30 വരുന്ന ആ ഒരു ടൈം വിൻഡോ വരെ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടൈമിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. 8:30 ശേഷമാണ് നമ്മൾ നോക്കാന്ന് പറഞ്ഞല്ലേ. ഈ ഒരു 8:30 ശേഷമാണ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകുക. എന്തുകൊണ്ടാണ് 8:30 ശേഷം നോക്കുന്നത്? 8:30 ശേഷമാണ് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ബൈ സൈഡ് ആൻഡ് സെൽ സൈഡ് ക്രിയേറ്റ് ആകുന്നതും അതേപോലെ തന്നെ ലണ്ടന്റെ ഹൈ ആൻഡ് ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഒരു ഡയറക്ഷണൽ മൂവും നമുക്ക് ഡെയിലി ബയാസ് എക്സ്പെക്ടേഷൻ ബേസിലുള്ള ബൈയും കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും 8:30 മുമ്പുള്ള നമുക്കിവിടെ 8:30 കണ്ടോ, ഈ ഒരു 8:30 ലൈന് മുമ്പുള്ള സ്വിംഗ് ഹൈ ഏതാണ്? ഇത് നമുക്കൊരു സ്വിംഗ് ഹൈ ആണ്. 8:30 മുമ്പുള്ള സ്വിംഗ് ഹൈ ആൻഡ് ലോ എടുക്കുക. സ്വിംഗ് ഹൈ ഏതാണ്? വളരെ സിമ്പിളാണ്. ഈ ഒരു സ്വിംഗ് ഹൈ നമ്മൾ മാർക്ക് ചെയ്യുക, ഈ ഒരു സ്വിംഗ് ലോ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു ഹൈ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 8:30 ശേഷം നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഈ ഒരു സ്വിംഗിന്റെ അപ്പ് സൈഡിലേക്കോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കോ പോയതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ലോവർ ടൈം ഫ്രെയിമിന്റെ കൺഫർമേഷന്റെ ബേസ് ചെയ്തിട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഹൈയിലേക്ക് പോയിട്ടില്ല, അതിനുശേഷം ഡ്രോപ്പ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബൈ സൈഡ് ലിക്വിഡിറ്റിക്ക് ശേഷമാണ് നമ്മൾ ഡൗൺ സൈഡിലേക്ക് നോക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നോക്കാൻ പറ്റുന്നത്, അതിനിവിടെ ടൈം ഫ്രെയിം ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്, 5 minutes ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഹൈ ക്രിയേറ്റ് ആകുന്നുണ്ട്, ലോ വരുന്നുണ്ട്, ഹൈ ക്രിയേറ്റ് ആകുന്നുണ്ട്, ലോ വരുന്നുണ്ട്, ഹൈ ക്രിയേറ്റ് ആകുന്നുണ്ട്, ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ക്ലിയർ? ICT പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 8:30 ശേഷം ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിക്ക് ശേഷം നമുക്ക് എന്ത് സംഭവിക്കാം? ഡൗൺ സൈഡിലേക്കുള്ള ഒരു ബയാസ് ബേസ് ചെയ്തിട്ടുള്ള ട്രെൻഡ് ഇൻട്രാഡേ ട്രേഡ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പ്രൈസ് ഒരു ഹൈ പോകുന്നുണ്ട്, അതിനുശേഷം ഡൗൺ സൈഡിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ നിങ്ങൾ കാണലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇവിടെ എന്താണ് ലോജിക്ക് ഉണ്ടാകുക. പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ആകുന്നുണ്ട്, ഡൗൺ സൈഡിൽ വരുന്നുണ്ട്, ഒരു എന്താണ് റെസിസ്റ്റൻസ് ഏരിയ ആണ്, സെല്ല് വരുന്നുണ്ട്, കൂടുതൽ ആൾക്കാരും സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ടുണ്ടാവും, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ആകുന്നുണ്ട് കണ്ടോ, ഡൗൺ സൈഡിലേക്ക് വീണ്ടും വരുന്നുണ്ട്, ആൾക്കാർ ഷോർട്ട് ചെയ്യുന്നുണ്ട്, വീണ്ടും ട്രെയിൽ ആകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്വിംഗ് ഹൈസ് നമുക്ക് സ്മോൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്
ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കണും കൂടി ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൊമെന്റത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറയുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ അല്ലേ. ഈ ഒരു വിക്കിനെ നമ്മൾ ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കില്ല, ബോഡി ആയിരിക്കും നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കുന്നുണ്ടാകുക. അതിനുശേഷം നമുക്ക് ഇമ്പൾസീവ് ആയിട്ട് ഈ ഒരു ലോ ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് വയലേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതിനുശേഷം ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ലോ ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ട് നോക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ? പക്ഷെ കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള ഒരു ട്രേഡാണ്, നമുക്കിത് അവോയ്ഡ് ചെയ്യാനും പറ്റുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ നോട്ട് ഓൺ ചെയ്ത് വെക്കുക. മാർക്കറ്റ് കണ്ടീഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വാച്ച് ഔട്ട് ചെയ്ത് കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള ടൈപ്പ് എടുക്കുക. അല്ലാത്ത സമയത്ത് നമ്മൾ ഈ ഒരു ബൈ സൈഡിലേക്ക് കുടിച്ചോ അല്ലെങ്കിൽ സെൽ സൈഡ് എടുത്തതിന് ശേഷം നമ്മൾ കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നിന്ന് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടി. നേരെ നെക്സ്റ്റ് ലെവല് 830 ലോ, ഈ ഒരു ലോ കണ്ടില്ലേ, ഈ ഒരു ലോന്റെ ഡൗൺ സൈഡിലേക്ക് നമുക്ക് പോയിട്ടുണ്ട്. ഇവിടെ സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഏരിയ എന്നല്ല നമുക്ക് ലോ ടൈം ഫ്രെയിമിന്റെ ബേസിക് ട്രേഡും കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടൈം ഫ്രെയിം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ട് 12 മുതൽ 13 വരെയുള്ള ഈ ഒരു 1 hour ന്യൂയോർക്ക് ലഞ്ചിന്റെ സമയത്ത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നോക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഓൾറെഡി നമ്മൾ ബൈ പോർഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് പാർഷ്യൽസും കാര്യങ്ങളും ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മൾ ട്രേഡ് എടുത്ത് ഡൗൺ സൈഡിലാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ചോപ്പിയായുള്ള മൂവ്മെന്റ് ആയിരിക്കും കൂടുതൽ സമയം കാണാൻ പറ്റുന്നുണ്ടാകുക. അതുകൊണ്ട് ഇവിടെ ട്രേഡ് കൺസോൾട്ടേഷൻ ആണെന്നില്ല, ചില സമയങ്ങളിൽ ട്രെൻഡിങ് ആയിട്ട് പോകാൻ, പക്ഷെ കൂടുതൽ സമയത്ത് നമുക്കൊരു കൺസോൾട്ടേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റാതാണ് ICT പറയുന്നുണ്ടാകുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് ഈ ഒരു 13 എന്നുള്ള ഈ ഒരു ടൈം, 13 ശേഷമുള്ള ഈ ഒരു ടൈം പോകുന്ന സമയത്ത് നെക്സ്റ്റ് വന്നുള്ള ഈ ഒരു സ്വിംഗ് ലോ നമ്മൾ നോക്കാം. ഇതൊരു സ്വിംഗ് ലോ ആണ്, ഒരു സ്വിംഗ് ഹൈ ആണ്. ഈ ഒരു റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോ ടേക്ക് നോട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഡെയിലി ബയാസ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുള്ളിഷ് ട്രേഡ്സ് നോക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ബുള്ളിഷ് ട്രേഡ്സോ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്തിട്ടില്ല ICT, പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള സെറ്റപ്പിൽ നമുക്ക് ബുള്ളിഷ് ട്രേഡ്സ് നോക്കാൻ പറ്റുന്നതാണ് കൂടുതൽ കൺഫർമേഷന്റെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഒരു 13 എന്ന് പറഞ്ഞ ഈ ഒരു ടൈമിന് ശേഷം, ലഞ്ച് ടൈമിന് ശേഷം നമുക്ക് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ലോ, ഇങ്ങനെയുള്ള ലോസ് എല്ലാം ടേക്ക് നോട്ട് ചെയ്തിട്ടാവും അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ്സ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ്സ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇവിടെ പ്ലസ് ആയിട്ട് ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ബയാസും കൂടി ആഡ് ചെയ്യാം. ഒരു എക്സ്പെക്ടേഷൻ ബേസിലുള്ള ബയാസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. അപ്പോൾ പുള്ളി ഈ ഒരു ഏരിയാസിലൊന്നും ട്രേഡും കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് പുള്ളി ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈമനി S&P-യിലല്ല, നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. ഈമനി നാസ്ഡാക്ക് 100 ഫ്യൂച്ചേഴ്സിലാണ് നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ടൈം സോൺ ഏതാണ്? നമ്മൾ 8:30 ശേഷമായിരിക്കും നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ. 8:30 ശേഷം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് 8:30 വരുന്നുണ്ട്. ഈ ഒരു സ്വിംഗ് ലോ ടേക്ക് നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഒരു MSS കാര്യങ്ങളും കിട്ടുന്നുണ്ട് അല്ലേ. അതിനുശേഷം പ്രൈസ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഈ ഒരു ഡൗൺ സൈഡിലേക്ക് വരുന്ന ടൈമും കൂടി നിങ്ങൾ നോക്കുക. ഏതാണ്? ഓൾമോസ്റ്റ് വരുന്നതിന്റെ 40-20, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂയോർക്ക് ലഞ്ച് ടൈമിന് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടാവില്ല. 13 ശേഷമുള്ള ഒരു ടൈമാണ്. കണ്ടോ, ഈ ഒരു റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ലോയും കൂടി ടേക്കൻ ഔട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ലോയും കൂടി ടേക്കൻ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഷോർട്ട് ടൈം ആയിട്ട് ഒരു സ്വിംഗ് ലോ എടുത്ത സമയത്ത്, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്ത സമയത്ത് നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. വെറുതെ ഈ ഒരു സ്വിംഗ് ലോ ടേക്കൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുമോ? നമുക്കിവിടെ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് ഉണ്ട്. എന്താണ്? ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന സമയത്ത് ഒരു കൺഫർമേഷൻ ആയി ഹൈ ടൈം ഫ്രെയിമിൽ. ഇനി നമുക്കൊരു ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ കൂടി വേണമല്ലോ. നമ്മളിപ്പോൾ 5 മിനിറ്റ്സ് ചാർട്ടാണ് നോക്കുന്നത്. ലോ ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഒരു 1 മിനിറ്റ് ചാർട്ടാണ് ഇവിടെ കാണാൻ പറ്റും. 1 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു കൺസോളേഷൻ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഇവിടെ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിൽ നോക്കുന്നുണ്ടാകുക. പക്ഷേ ഇവിടെ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കാൻ പറ്റുക. നമുക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ശേഷം ഈ ഒരു ഗ്രീൻ ക്യാനിലെല്ലാം നമുക്ക് ബുള്ളിഷ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുള്ളിഷ് ട്രേഡ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു സെൽ സൈഡിന് ശേഷം ഒരു റിവേഴ്സൽ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചൊരു ബുള്ളിഷ് എല്ലാം വന്നതിന് ശേഷം നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ICT ഇവിടെ ട്രേഡ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ടിക്ക് കാണാൻ പറ്റും. ഈ ഒരു പേപ്പർ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ബൈ ചെയ്തിട്ടുള്ളത്.
നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ കണ്ടോ ഈ ഒരു ഏരിയയിലാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. ട്രേഡ് എക്സിറ്റ് ചെയ്ത് എവിടെയാണ്? ഇവിടെ ഒരു റെഡ് ഡോട്ട് കണ്ടോ, ഈ ഒരു ഏരിയയിലാണ് ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താണ്? നമുക്ക് ഓൾമോസ്റ്റ് 8:30 ശേഷം നല്ലൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വേറൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ലഞ്ച് ടൈമിന് ശേഷമുള്ള ഒരു സ്വിംഗ് ലോ ടേക്കൺ ഔട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്വിംഗ് ലോ കണ്ടോ, ഈ ഒരു സ്വിംഗ് ലോ ആണ് പറഞ്ഞത്. ഈ ഒരു സ്വിംഗ് ലോ ടേക്കൺ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വാലിഡേഷൻ കൂടി കിട്ടുന്നുണ്ട്. ലോ ടൈം ഫ്രെയിം പോയപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബിൽഡപ്പും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ തന്നെ ബൈ ചെയ്യണമെന്നില്ല. ICT ബൈ ചെയ്തത് ഈ ഒരു ലോയിലാണ്. നമുക്ക് അത്രയും ലെവൽ ബൈ ചെയ്യണമെന്നില്ല. കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലെവൽസിലെല്ലാം ബൈയും കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ടൈം ബേസ് ചെയ്തിട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുക. ടൈം ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ബെനിഫിറ്റ് എന്തായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും മാർക്കറ്റിലേക്ക് വന്നിട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് ആ ഒരു ടൈം മാത്രം ഇരുന്നാൽ മതി, ആ ഒരു വിൻഡോന്റെ അകത്ത് മാത്രം ഇരുന്നാൽ മതി, ആ ഒരു ടൈം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ടൈം പീരീഡ് ചൂസ് ചെയ്തിട്ടുണ്ടാകും കൂടി നിങ്ങൾ ചിന്തിക്കുക. ICT പറയുന്നത് കൂടുതലായിട്ട് അൽഗോരിതം വർക്ക് ആകുന്നതും ഈ ഒരു ടൈമിലാണ്. ഈ ഒരു ടൈം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്, ഡയറക്ഷണൽ മൂവ്സ് തരുന്നത്, ഡെയിലി ബയാസും ആ ഒരു കോൺസെപ്റ്റ് എല്ലാം ബേസ് ചെയ്തിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പീരീഡ് UTC മൈനസ് ന്യൂയോർക്ക് ബേസ് ചെയ്തുള്ള ടൈം സോണിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതിന്റെ റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ടൈമിന്റെ കൂടുതലും ലോജിക്കലി ഉള്ള മൂവ്മെന്റ്സ് വരുന്നത് ഈ ഒരു ടൈം ബേസ് ചെയ്തായിരിക്കും, ഡയറക്ഷണൽ മൂവ്സും കാര്യങ്ങളെല്ലാം. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആ ഒരു ടൈം സോണിന്റെ കാര്യങ്ങൾ വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ അത് മാർക്കറ്റിലേക്ക് പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, 1 വീക്ക് ഡാറ്റ എടുത്തിട്ടൊന്ന് ജസ്റ്റ് നോക്കുക. അതുപോലെ ഒരു 1 മന്ത് എടുത്ത് നോക്കുക. FX റീപ്ലേ പോലുള്ള നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഈ വെബ്സൈറ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓർഡർ ഫ്ലോയെ കുറിച്ചായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. അപ്പോൾ ബൈ.